സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ തിരുവനന്തപുരത്തെ പൊന്മുടിയെക്കുറിച്ച് പരാതി പ്രവാഹമാണ്. പൊന്മുടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് അടിസ്ഥാനമൊരുക്കാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. മഴ പെയ്താൽ കയറി നിൽക്കാൻ ഒരിടമോ ശുചിമുറിയോ ഇല്ലാത്ത ഇവിടെ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്താനൊരുങ്ങുകയാണ് വനം വകുപ്പ്. മഞ്ഞും മഴയും മരം കോച്ചുന്ന തണുപ്പുമൊക്കെയായി മനോഹരിയാണ് പൊന്മുടി. പക്ഷേ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ചിലതൊക്കെ പറയാനുണ്ട്. വനം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊന്മുടി എക്കോ ടൂറിസം മേഖലയിലേക്ക് കിലോമീറ്ററുകളോളം മല കയറി എത്തുന്നവർ പരാതി പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. സ്ത്രീകൾക്ക് പോലും ഒരു ശുചിമുറി ഇവിടെയില്ല. കിലോമീറ്ററുകൾക്കിപ്പുറം ടൂറിസം വകുപ്പിന്റെ ഗസ്റ്റ് ഹൗസിന് സമീപത്തായുള്ള ടോയ്ലറ്റുകൾ പണിമുടക്കിയിട്ട് മാസങ്ങളായി. മഴ പെയ്താൽ ഈ താൽക്കാലിക കൂടാരത്തിൽ ഒതുങ്ങണം, അല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല. കുട്ടികളൊക്കെ നനയുന്ന കാരണം വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ബാത്റൂമിൻ്റെ കാര്യം ഫാമിലീസിന് എന്തായാലും അത്യാവശ്യമാണ് ബാത്റൂമിൻ്റെ കാര്യം. പിന്നെ കുട്ടികൾക്കായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായാലും നനഞ്ഞാലും ചേഞ്ച് ചെയ്യാനായാലും നല്ലതാണ്. ടോയ്ലറ്റ് സൗകര്യം ഇച്ചിരി പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ ഹിൽ ടോപ്പിലൊക്കെ കയറുകയാണെങ്കിൽ ടോയ്ലറ്റ് വരണമെങ്കിൽ താഴെ വരെ വരണ്ടേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊന്നുമില്ല. മഴ പെയ്താൽ കയറിക്കാൻ ചെറിയൊരു സ്ഥലമുണ്ട്, അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത പൊന്മുടിയിലേക്കുള്ള പ്രവേശന ഫീസ് 40 നിന്ന് 80 രൂപയാക്കുവാനുള്ള തീരുമാനത്തിലാണ് വനം വകുപ്പ്. അടിസ്ഥാന സൗകര്യം ഇല്ലാതെ ടിക്കറ്റ് ഫെയർ കൂട്ടുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല. റേറ്റൊക്കെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റുഡൻസിനൊക്കെ ആകുമ്പോൾ റേറ്റ് ഇച്ചിരി ബുദ്ധിമുട്ടാകും. ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് പൊന്മുടിയിലെ വശ്യസൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നത്. ഇവർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യം കൂടി ലഭിച്ചാൽ വിദേശികളെയും സ്വദേശികളെയും ആവോളം ആകർഷിക്കാൻ പൊന്മുടിക്കാകും. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുവിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.